ഈ MS ഓഫീസ് എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. നമ്മൾ അതിന് MS ഓഫീസ് ഞാനൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ നിന്നാണ് എടുക്കണേ. MS ഓഫീസിൻ്റെ ഫോൾഡർ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കോപ്പി ചെയ്തിട്ട് ഡെസ്ക് ടോപ്പിക്ക് പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഫോൾഡർ. ഇത് കോപ്പി ചെയ്യുക, എന്നിട്ട് നമ്മൾ ഡെസ്ക് ടോപ്പിക്ക് പേസ്റ്റ് ചെയ്യുക. അത് അതിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഇത് i3 7th ജനറേഷൻ ലാപ്ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ MS ഓഫീസിൻ്റെ ഫയൽ ഇത് ഡെസ്ക് ടോപ്പിൽ കിടക്കുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്യുക. സെറ്റപ്പ് ഫയൽ ഓപ്പൺ ചെയ്യുക. ഇതിൽ യെസ് കൊടുക്കാം. അപ്പോൾ അതവിടെ ഇൻസ്റ്റാൾ ആവും കേട്ടോ. അതിൽ ഐ ആക്സെപ്റ്റ് എന്നുള്ളതിൽ ടിക്ക് ഇട്ടിട്ട് കണ്ടിന്യൂ കൊടുത്താൽ മതി. ഇൻസ്റ്റാളിനാവും. ഇത് ഇൻസ്റ്റാളാവും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഇത് ക്ലോസ് ചെയ്തിട്ട് നെറ്റ് കണക്ട് ചെയ്യണം. അപ്പം നെറ്റ് കണക്റ്റഡ് അല്ല, നെറ്റ് ഞാനിത് കണക്ട് ചെയ്തു കേട്ടോ. അതേ കണക്ട് ചെയ്തു, ലാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വേണം ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്. ഇത് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഓഫീസ് ആക്ടിവേറ്റർ എന്നുള്ളത് കിടക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ C ഡ്രൈവിലേക്ക് പേസ്റ്റ് ചെയ്യുക. ഇത് 2016 ചെയ്യണത്. അത് കാരണം ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നെറ്റ് കണക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ട് C ഡ്രൈവിലേക്കാണ് പേസ്റ്റ് ചെയ്യണത്. കണ്ടിന്യൂ കൊടുക്കുക. ഇനി അത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തിട്ട് യെസ് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറേ ഇങ്ങനെ ഇത് കാണിച്ചതിന് ശേഷം ലാസ്റ്റ് Y അല്ലെങ്കിൽ N, അതായത് എസ് ഓർ നോ ചോദിക്കും. അപ്പോൾ നമ്മൾ Y കൊടുത്തിട്ട് കേസർ വെച്ചിട്ട് Y കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഓപ്പണായി വരും. അത് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മുടെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഇതുകളൊക്കെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ എക്സൽ എടുക്കുക. എക്സൽ എക്സ്മിലേറ്റർ കൊടുത്തിട്ട് ഇതിൽ ഫയലിൽ അക്കൗണ്ട് പോയി നോക്കി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ആക്ടിവേറ്റഡ് എന്ന് കാണിച്ചപ്പോൾ